ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ ഇതുവരെ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരെ കുറിച്ചും നന്ദി കാണിച്ചാൽ എന്ത് എന്നതും മനസ്സിലാക്കാനുള്ള ചരിത്രമാണ് പറഞ്ഞത്. രണ്ട് ചരിത്രം അതിൽ പറഞ്ഞത് പ്രധാനമായിട്ട്. ഒന്നാര രണ്ടാമത്തെ ആര? ഒന്ന് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊന്ന് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറെ കനിഞ്ഞു, അവർ അതിന് നന്ദി കാണിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ഏറെ നൽകി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ നൽകിയത് എന്ത് എന്നുള്ളത് നമ്മളിവിടെ ഒരു ക്ലാസ് തന്നെ വിശദീകരിച്ചു. അതേപോലെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അള്ളാഹു നൽകിയത് എന്ത് എന്നുള്ളതിൽ ഒരു ക്ലാസ് തന്നെ വിശദീകരിച്ചു. അതതിൽ പരിമിതമൊന്നുമല്ല, പക്ഷേ ഉദാഹരണം. അപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ സുന്നത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കനിയുക എന്നുള്ളത്. ആ നന്ദി കാണിച്ചവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കനിയുക എന്നുള്ളത്. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. അതാണ് നന്ദികേട് കാണിച്ചാൽ എന്ത് എന്നുള്ള വിഷയം. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ. അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണത്. ലൈൻ ശക്കർത്തും ലാസീദന്നക്കും, നന്ദി കാണിച്ചാൽ തരും, ഏറെ തരും. പക്ഷേ നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷ കഠോരാണ്. വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അതിൻ്റെ ആ അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെ? സബ ഗോത്രത്തിൻ്റെ വിഷയത്തിൽ, സബ നാടിൻ്റെ വിഷയത്തിൽ. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ സത്യം ചെയ്ത് അള്ളാഹു ആണയിട്ട് പറയുന്നത്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹ് ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. എന്താ ലഖദ് കാന എന്ന് പറഞ്ഞാൽ വല്ലാഹി ലഖദ് കാന എന്ന്. അള്ളാഹുവാണ് തീർച്ചയായും ഉണ്ടായിരുന്നു. ലിസബഇൻ സബഇന് ഫി മസ്കനിഹിം അവരുടെ മസ്കനിൽ ആയത്തുൻ മഹാദൃഷ്ടാന്തം. ആയത്തുൻ എന്നാണ് മഹാദൃഷ്ടാന്തം. ഇവിടെ ലഖദ് എന്ന് പറഞ്ഞാൽ വല്ലാഹി എന്നുള്ളത് ഇവിടെ സങ്കല്പിക്കപ്പെടണം. കാരണം ഈ ലാം അതാണ്, ലാമു തൗത്തിയാലിൽ ഖസം എന്ന് പറയുന്നത് അവിടെ ഒരു സത്യത്തെ അറിയിക്കുന്നതാണ്. വല്ലാഹി ലാ ഖദ്, ഖദാണ് തീർച്ചയായും. ഇതൊക്കെ അറബി ഭാഷയിൽ പറയാൻ പോകുന്ന ആശയത്തെ ബലപ്പെടുത്താനുള്ള പ്രയോഗങ്ങളാണ്. കാന ലി സബഇൻ, സബ അതാണ് നമ്മുടെ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് സബ. നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വമാ സബഉൻ അറജുലുൻ അമിംറഅത്തുൻ അം അർദുൻ എന്നൊക്കെ ചോദിച്ചില്ലേ. സബ ഒരു നാടാണ്, സബ ഒരു പെണ്ണാണോ, സബ ഒരാണാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ അസില് പറഞ്ഞ് സബ ഒരു റജുലാണ്, ഒരാണാണ്. അയാൾക്ക് 10 മക്കൾ. അതിൽ തയാമന സിത്തത്തുൻ വ തശാഅമ അർബഅത്തുൻ. ഇയാൾക്കുള്ള 10 മക്കളിൽ 6 മക്കൾ യമനിൽ കഴിഞ്ഞു, 4 മക്കൾ ഷാമിൽ കഴിഞ്ഞു. ഒക്കെ നമ്മൾ ആ സംഭവം പറഞ്ഞു ഓർക്കില്ലേ, സബയിൻ്റെ ചരിത്രം പറഞ്ഞു ഓർക്കുന്നില്ലേ. നമ്മൾ അവിടെ ആദ്യകാലം മുതൽ ഇങ്ങനെ സബയിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സബയിൻ്റെ ഉപവിഭാഗങ്ങളായിട്ടുള്ള ഗോത്രങ്ങളെക്കുറിച്ച് ഖുലായെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ സബ എന്നുള്ളതൊരു വ്യക്തിയാണ് അടിസ്ഥാനപരമായിട്ട്, അതൊരു വ്യക്തിൻ്റെ പേരാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു സബ എന്ന് പറഞ്ഞെങ്കിൽ സബ ഇബ്നു യസ്ജുബ് ഇബ്നു യഅറുബ് ഇബ്നു ഖഹ്താൻ. ഖഹ്താൻ്റെ മകൻ യഅറുബിൻ്റെ മകൻ യസ്ജുബിൻ്റെ മകൻ സബ ആണ്. ഈ സബയിനാണ് പിന്നെ നമ്മൾ ഹിമ്യർ, കഹ്ലാൻ, ആമില, അഷ്അർ ഇങ്ങനെയൊക്കെ മക്കളുള്ളത് പറഞ്ഞില്ലേ. എന്നിട്ട് പിന്നെ ആ മക്കളെക്കുറിച്ചൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ പിന്നെ ഇയാളുടെ മക്കളാണ് ഹിമ്യർ, ഹിമ്യരികൾ. അതേപോലെ തന്നെ ബനു കഹ്ലാൻ, അതേപോലെ തന്നെ അഷ്അരികൾ, അതേപോലെ ആമില എന്ന് പറഞ്ഞാൽ ആമില
തുടങ്ങി പിന്നെ അതിൻ്റെ ഉപഗോത്രങ്ങൾ അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ സബ ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ വ്യക്തിയിലേക്ക് ചേർത്താണ് പിന്നെ എന്ത് വന്നത്, ഒരു ഗോത്രം വന്നത്, വലിയ ഗോത്രം. പിന്നെ ഈ വ്യക്തിയിലേക്ക് ചേർത്താണ് ഒരു നാട് വന്നത്. ഇവിടെ ഉദ്ദേശം അതാണ്. ആ സബ ഗോത്രക്കാർ വല്യാപ്പയിലേക്ക് ചേർത്തപ്പോൾ ഖുറൈഷ് ഒരു വ്യക്തിൻ്റെ സ്ഥാനപ്പേരല്ലേ, അതിലേക്ക് ചേർത്താണ് ഒരു ഗോത്രം വന്നത്. ആദ്, സമൂദ് ഒക്കെ അതാണ്. അവരുടെ പ്രപിതാക്കളിൽ ഒരാളെ ചില പ്രത്യേകതകളാൽ തിരഞ്ഞെടുക്കും, എന്നിട്ട് അയാളുടെ പേരിൽ ആ ഗോത്രം അറിയപ്പെടുക, അല്ലെങ്കിൽ ഒരു നാട് അറിയപ്പെടുക. അത് അറബി ഭാഷയിൽ ഉണ്ട്. ഇവിടെ ലഖദ് കാന ലി സബഇൻ, സബഇന് ഉണ്ടായി, ഫി മസ്കനിഹിം, അവരുടെ മസ്കനിൽ. മസ്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമസ സ്ഥലം. ഹഫ്സിൻ്റെ ഖിറാഅത്തിലാണ് മസ്കൻ. ജുംഹൂറിൻ്റെ ഖിറാഅത്ത്, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ ഖിറാഅത്തിൽ മസാക്കിനിഹിം എന്നാണ്. മസാക്കിനിഹിം, താമസ സ്ഥലങ്ങൾ. അവരുടെ താമസ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. രണ്ട് ഖിറാഅത്തും ശരിയാണ്. എന്തുണ്ടായിരുന്നു? ആയത്ത് എന്ന് പറഞ്ഞാൽ മഹാദൃഷ്ടാന്തം. അവിടെ മഹാ എന്നുള്ളത് നമ്മൾ പറയാൻ കാരണം ഈ തൻവീൻ ലി തഅദീം, മഹാദൃഷ്ടാന്തം ഉണ്ടായിരുന്നു എന്നാണ്. എന്താണ് ആ മഹാദൃഷ്ടാന്തം? അതിൻ്റെ ബയാനാണ് പിന്നെ പറയുന്നത്. ജന്നതാനി അൻ യമീനി വശിമാൽ. ജന്നതാനി, രണ്ട് ജന്നത്തുകൾ. ജന്നത്താൻ എന്താ? തോട്ടങ്ങൾ. ജന്നത്താൻ, രണ്ട് തോട്ടങ്ങൾ. അൻ യമീനിൻ വശിമാലിൻ. യമീൻ എന്ന് പറഞ്ഞാൽ വലത് ഭാഗം, ഷിമാൽ എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗം. യമീൻ, ഷിമാൽ. ആരുടെ വലത് ഭാഗം? ആരുടെ ഇടത് ഭാഗം? അൻ യമീനിൻ വശിമാൽ എന്നാണ്. അത് ഈ തോട്ടങ്ങളുണ്ടല്ലോ അതിൻ്റെ ചരിത്രം. അതേപോലെ ഇവരുടെ മസാക്കിൻ, താമസ സ്ഥലങ്ങൾ, അത് മനസ്സിലാക്കുമ്പോഴാണ് ആരുടെ യമീൻ ആരുടെ ഷിമാൽ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. മഅറബ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ അറിയപ്പെട്ട ഒരു സംഗതിയായിരുന്നു സദ് മഅറബ്. സദ് മഅറബ് എന്ന് പറഞ്ഞാൽ എന്താ? മഅറബ് അണക്കെട്ട്. മഅറബ് അണക്കെട്ട്. ഇത് യമനിൽ ഒരു മഹാത്ഭുതമായിരുന്നു. ഈ അണക്കെട്ട് ഇദ്ന എന്ന് പറയുന്ന ഒരു വാദി, രണ്ട് മലകൾക്കിടയിൽ ജലപ്രവാഹം നടക്കുന്ന, ജലപ്രവാഹം ഉണ്ടാകുന്ന സ്ഥലമാണ് വാദി. ഇദ്ന എന്ന് പറയുന്ന ഒരു വാദിപ്പുറത്തായിരുന്നു ഈ സദ് മഅറബ് അണ ഉണ്ടാക്കിയത്. വലിയ അണായിരുന്നു. 800 ദിറാ, മുഴം നീളത്തിൽ, 150 മുഴം വീതിയിൽ, പിന്നെ വലിയ ഒരു സദ്ദായിരുന്നു, അണക്കെട്ടായിരുന്നു ഇത് സദ് മഅറബ്. ബലഖ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മലകൾ, ബലഖ് എന്ന പേരിൽ രണ്ട് മലകൾ. ഒന്ന് ബലഖുൽ ഐമൻ വലത് ഭാഗത്ത്, മറ്റൊന്ന് ബലഖുൽ ഐസർ ഇടത് ഭാഗത്ത്. ഈ മഅറബിൻ്റെ വലത് ഭാഗം ഒരു പർവ്വതം, അതിനാണ് ബലഖുൽ ഐമൻ എന്ന് പറയുക. പിന്നെ ഇടത് ഭാഗത്ത് മറ്റൊരു മല, അതിനാണ് ബലഖുൽ ഐസർ എന്ന് പറയുക. ഈ രണ്ട് മലകളെ മൂട്ടിയായിരുന്നു ആര്? സദ് മഅറബ് അണക്കെട്ട്. ഈ രണ്ട് മലകൾക്കിടയിൽ വലിയ ഒരു ജലപ്രവാഹത്തിൻ്റെ വഴിയായിരുന്നു ഇദ്ന എന്ന് പറയുന്ന ഈ വാദി. അതിലേക്ക് 72 വാദികൾ പതിച്ചിരുന്നു എന്നാണ്. ഏതിലേക്ക്? ഇദ്നയിലേക്ക്. പറഞ്ഞാൽ മനസ്സിലാണ്ട. അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ ഈ അണക്കെട്ടിലൊക്കെ വെള്ളം എങ്ങനെ വരിക? വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജലം വന്നിട്ട് ഇതിലേക്ക് പിന്നെ വെള്ളം എത്തിച്ചിട്ടാണല്ലോ. അറേബ്യൻ ഉപദ്വീപിൻ്റെ പ്രത്യേകത, അറേബ്യൻ ഉപദ്വീപ് മലകളാൽ സമ്പന്നാണ്. അതിൽ ഷാമ് മുതൽ ഹിജാസ് ഇങ്ങോട്ട് യമന് വരേക്കും നീണ്ടു കിടക്കുന്ന മലകളാണ് സറാവത്ത് പർവ്വത നിരകൾ. ഈ പർവ്വത നിരകൾക്കിടയിൽ, രണ്ട് മലകൾക്കിടയിലുള്ള വഴി, അവിടെ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഈ വെള്ളം മലകളിൽ നിന്ന് കുത്തിയൊലിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങും, എന്നിട്ട് അത് വാദിയെ തീർക്കും. ആ വാദി വിവിധ വാദികൾ ചെന്ന് പതിക്കുന്നത് എവിടേക്കായിരുന്നു എന്നാണ്? ഇദ്നയിലേക്കായിരുന്നു. ഇദ്ന. അപ്പോൾ ആ 70 വാദികളിലൂടെ വരുന്ന വെള്ളം നിറഞ്ഞൊലിച്ചിരുന്ന ഒരു വലിയ വാദിയായിരുന്നു ഇദ്ന അല്ലേ. അത് രണ്ട് മലകൾക്കിടയിൽ മഅറബിൽ കടന്നുപോയി. പറയപ്പെടുന്നു സബ ഈ അണക്കെട്ടിൻ്റെ പണി തുടങ്ങി
പിന്നീട് മകൻ ഹിമ്യർ, സബയിൻ്റെ മകൻ ഹിമ്യർ അതിൻ്റെ പണി പൂർത്തീകരിച്ചു. സബയിലെ രാജ്ഞി പിൽക്കാലത്ത് വന്നപ്പോൾ ഈ അണയുടെ കേടുപാടുകൾ തീർക്കുകയും അതിനെ കൂടുതൽ ഭംഗിയിൽ അതേപോലെ തന്നെ ഉറപ്പിൽ അവർ മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചരിത്രം വായിക്കും മനസ്സിലാക്കുന്നത്. പലരും പറയുന്നത് സബയിലെ രാജ്ഞി ബൽഖീസാണ് ഇത് ഉണ്ടാക്കിയത് എന്നാണ്, ഈ അണ ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. പക്ഷേ അണയുടെ ചരിത്രം വായിക്കുമ്പോൾ അത് സബയിലെ രാജ്ഞിയുടെ കാലത്തേക്ക് ചുരുങ്ങണില്ല, അതിന് മുമ്പേ അതുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സബയിലെ രാജ്ഞി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അണയിൽ വലിയൊരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും യമനിൽ വലിയൊരു അണക്കെട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിസ്തർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നമുക്ക് ഏറ്റവും വലിയ തെളിവ് ഇത് മതി. ഈ അണ ശക്തമത്തായിട്ട് കെട്ടിയത് കാരണത്താൽ പിന്നെന്തായി, ഈ 70 വാദികളിലൂടെയും വരുന്ന വെള്ളവും പിന്നെ ഇതിനയിലൂടെ വരുന്ന വെള്ളവും എന്ത് ചെയ്യാൻ പറ്റി, അവർക്ക് തടഞ്ഞു നിർത്താൻ പറ്റി. അത് തടഞ്ഞു നിർത്തിയതോടുകൂടി ഈ അറേബ്യൻ ഉപദ്വീപിൽ ഈ അണക്കെട്ടിൻ്റെ പരിസരങ്ങൾ എന്തായി, അത് ഫലഭൂയിഷ്ടായി, സസ്യശ്യാമളം എന്ന് പറയല്ലേ, ആ രീതിയിൽ മരിപ്പറമ്പ് സസ്യലതാദികളാൽ ധന്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ലേ, അറേബ്യൻ ഉപദ്വീപ് തഊദു ജസീറത്തുൽ അറബ് മുറൂജൻ വ അൻഹാറ. അറേബ്യൻ ഉപദ്വീപ് മടങ്ങും. എങ്ങനെ മടങ്ങും എന്നാണ്? മുറൂജൻ വ അൻഹാറ, തോട്ടങ്ങളായി അതേപോലെ തന്നെ നദികളായി മടങ്ങുന്നതാണ്. റസൂലുള്ളാഹിയുടെ പ്രയോഗം തഊദു എന്നാണ്. ഔദ് പറഞ്ഞാൽ എന്താ, മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങുക എന്നാണ്. മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അറേബ്യൻ ഉപദ്വീപ് ഒരു നാൾ സസ്യശ്യാമളമായിരുന്നു, ആ അവസ്ഥയിലേക്ക് അത് മടങ്ങും എന്ന് പറയുമ്പോൾ ചില ചരിത്രകാരന്മാരും അതേപോലെ മുഫസ്സിരീങ്ങളും പറയുന്നത് കണ്ടോ, ഇതൊരു ഉദാഹരണമാണ്. യമനൊക്കെ അറേബ്യൻ ഉപദ്വീപിലാണ്. ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസീറത്തുൽ അറബിൻ്റെ കിഴക്ക് തെക്ക് ഭാഗം യമനാണ്. അതേപോലെ തന്നെ അതിൽ ഹിജാസ് ഉണ്ട്, പിന്നെ അതിൽ യമാമുണ്ട്. ഇങ്ങനെ അറേബ്യൻ ഉപദ്വീപിന് പല ഭാഗങ്ങളാണ്. അപ്പോൾ അറേബ്യൻ ഉപദ്വീപിൽപ്പെട്ടത് തന്നെയാണ് യമന്. യമനിൽ പണ്ടത്തെ ഒരു കാഴ്ചയായിരുന്നു ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആയത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദലാലത്തുൻ അലാമത്തുൻ, അടയാളം എന്നുള്ളതാണ്, ദൃഷ്ടാന്തം എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു മഹാദൃഷ്ടാന്തം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ തോട്ടങ്ങളുണ്ടല്ലോ, അതൊരു മഹാ കാഴ്ചയാണ്. ഇവിടെ ആയത്തുൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബദൽ അല്ലെങ്കിൽ അതിൻ്റെ ബയാനായിട്ട് പറയുന്നത് ജന്നതാനി എന്നാണ്, 2 തോട്ടങ്ങൾ എന്നാണ്. അതിലെ പ്രധാന കാഴ്ചയാണ്, പ്രധാന വിഷയവുമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ പറയുന്നത്, അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ബിൻ അസ്ലം പറയുന്നത്, ഈ തോട്ടങ്ങളിൽ പ്രാണികൾ ജീവിച്ചിരുന്നില്ല എന്നാണ്. ഈ ബുറൂസ് ഉണ്ടല്ലോ, കൊതുക്, അതേപോലെ തന്നെ ദുബാബ്, ഈച്ച, അക്രമക്കുമുള്ള, അതേപോലെ തന്നെ ഇങ്ങനത്തെ ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അത്ര ശുദ്ധമായ വായു, അതേപോലെ തന്നെ നല്ല പ്രകൃതി, അതേപോലെ തന്നെ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഇതൊക്കെ ഉണ്ടാവുക ഇങ്ങനെ, ഈ പ്രാണികളും മറ്റുമൊക്കെ ഉണ്ടായാൽ ഈ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ കിടന്നിട്ടല്ലേ, അതൊന്നും ഇല്ലാത്ത നിലക്ക് നല്ല സ്വച്ഛമായ അവസ്ഥയായിരുന്നു ഈ തോട്ടങ്ങൾക്ക് എന്നാണ്. അതുകൊണ്ടാണ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ ചിലർ അതിശയോക്തിപൂർവ്വം പറയുന്നത് ഈ തോട്ടങ്ങൾ ഫലഭൂയിഷ്ടായിരുന്നു എന്നാണ്. വൈവിധ്യമാർന്ന പഴവർഗ്ഗങ്ങൾ, ഒരു വർഗ്ഗം തന്നെ വ്യത്യസ്തങ്ങളായ രീതിയിൽ, അത് രുചിയിൽ, കളറിൽ, വലുപ്പത്തിൽ ഒക്കെ വ്യത്യസ്തമായ പഴങ്ങളാൽ ധന്യമായിരുന്നു എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത്, ഒരാൾ ഒരു മിക്തൽ തലയിലേറ്റി, മിക്തൽ എന്ന് പറഞ്ഞാൽ കൊട്ട, സിമ്പിൽ തലയിലേറ്റിയിട്ട് ആ തോട്ടത്തിലൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വീഴുന്നത് കൊണ്ട് ആ കൊട്ട നിറയുമായിരുന്നു എന്നാണ്. വെറുതെ ഏറ്റി ഒരു കാലിക്കൊട്ടയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ തോട്ടങ്ങളെ മുറിച്ച് കിടക്കുമ്പോഴത്തേക്ക് അത് നിറഞ്ഞിരിക്കുമെന്നാണ്. അത്ര പഴങ്ങൾ വീഴുന്ന അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ അതിൽ അതിശയോക്തിയാണ് പറയുന്നത്, ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വാരിക്കോരി നൽകി എന്നറില്ലേ, ആ രീതിയിൽ ഈ ഗോത്രക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയുണ്ടായി. അതാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പോൾ സദ് മഅറബ്, അതാണ് സദ് മഅറബിൻ്റെ യമീൻ വശിമാൽ, ഇതിൻ്റെ ഇടത് ഭാഗം, അതിൻ്റെ വലത് ഭാഗം. അതിൽ ഇതിന എന്ന് പറയുന്ന വാദി അതിനെ ഭേദിച്ചാണ് അതിന്മേലാണ് ഈ സദ് മഅറബ് വന്നത്, അണക്കെട്ട് വന്നത്. അപ്പോൾ
ജന്നത്താനി അൻ യമീനിൻ വശിമാലിൻ. ഇതിനയുടെ അല്ലെങ്കിൽ സദ് മഗ്‌രിബിൻ്റെ വലതും ഇടതും ഭാഗങ്ങളിൽ 2 ജന്നത്തുകൾ. ജന്നത്ത് എന്ന് പറഞ്ഞെങ്കിൽ എന്താ? ജന്നത്ത് എന്ന് പറഞ്ഞെങ്കിൽ കുറേ തോട്ടങ്ങളാണ്, കുറേ തോട്ടങ്ങളുടെ ഒരു സമുച്ചയമാണ് ഒരു ജന്നത്ത്. അതിൽ കുറേ ബുസ്താനുകളായിരിക്കും. ഇപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞെങ്കിൽ സ്വർഗത്തിന് ജന്ന എന്നാണ് പറയുക. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നഹാ ജിനാനുൻ എന്നാണ്. ജന്നത്ത് കുറേ ജിനാനുകളാണ്, കുറേ തോപ്പുകളുടെ സമുച്ചയമാണ് എന്ത്? ഒരു ജന്നത്ത്. അതേപോലെ തന്നെ ഇവിടെ പലവിധ തോപ്പുകളാൽ 2 ജന്നത്തുകളായിരുന്നു എന്നാണ്. ജന്നത്താനി അൻ യമീനി വശിമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സബഅ് ഗോത്രത്തിന് ഇതൊക്കെ കനിയുകയും കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു. എന്താ കുലൂ മിർ റിസ്ഖി റബ്ബിക്കും? കുലു നിങ്ങൾ ഭക്ഷിക്കുക, മിർ റിസ്ഖി റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ റിസ്ഖിൽ നിന്ന്. റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഉപജീവനാണ്. റബ്ബിൻ്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്ന് കൽപ്പിച്ചു. ഇത് തബീ പണ്ഡിതൻ വഹബ് ബിൻ മുനബ്ബഹ് പറയുന്നത് അവരിലേക്ക് 12 നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിരുന്നു എന്നാണ്. സബയിലേക്ക് 12 നബിമാരെ അയച്ചിരുന്നു എന്നാണ്. ആ നബിമാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബോധനാണിത്. സബയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച നബിമാരിലൂടെ അല്ലാഹു നൽകിയ വഹയാണ്, ബോധനാണ്. കുലൂ മിർ റിസ്ഖി റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള റിസ്ക് അത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് അവരോട് പറഞ്ഞു. ഇങ്ങനെ നൽകിയിട്ട് പക്ഷേ വഷ്കുറു ലഹു. എന്താ വഷ്കുറു ലഹു? തിന്നാ പോരാ, പിന്നെ എന്ത് വേണം? ലഹു വഷ്കുറു ലഹു, അവന് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയും വേണം, നന്ദി കാണിക്കുകയും വേണം. ഇസ്രായേലരോട് പറഞ്ഞില്ലേ, കുലു വഷ്റബു വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. കുലു വഷ്റബു നിങ്ങൾ തിന്നുക കുടിക്കുക. കുലു വഷ്റബു മിർ റിസ്ഖി റബ്ബിക്കും വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. പടച്ച റബ്ബ് തന്നത് തിന്നുക കുടിക്കുക, അവന് നന്ദി കാണിക്കുക. നന്ദി കേടാണെങ്കിൽ അത് ഭൂമിയിൽ ഫസാദാണ്. നന്ദി കാണിക്കേണ്ടത് വാക്കാൽ പ്രവൃത്തിയാലാണ്, അതേപോലെ മനസ്സാലാണ്. നമ്മളെ കൽബ് കൊണ്ട് നന്ദി കാണിക്കണം, അതേപോലെ തന്നെ നാക്കുകൊണ്ട് നന്ദി കാണിക്കണം, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ നന്ദി കാണിക്കണം. ശുക്ർ അങ്ങനെയാണ്, നമുക്കെപ്പോഴും വരുന്ന പ്രയോഗമാണ്. ഏതായാലും കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരിലൂടെ ഈ സബഅ് ഗോത്രക്കാർക്ക് ഇതൊക്കെ നൽകിയതിന് ശേഷം വഹ്യ് നൽകി. ബൽദത്തുൻ തയ്യിബ വറബ്ബുൻ ഗഫൂർ. ബൽദത്തുൻ തയ്യിബത്തുൻ, എന്താ? ബൽദത്തുൻ തയ്യിബത്തുൻ ലക്കും, നിങ്ങൾക്ക് തയ്യിബത്തായ ഒരു നാടാകുന്നു. ബൽദത്തുൻ തയ്യിബത്തുൻ. ബൽദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഅറബ് ദേശം, മഅറബ് ദേശം നമ്മൾ പിന്നെ അത് അതിനെക്കുറിച്ച് പറഞ്ഞല്ലേ, മഅറബിനെ കുറിച്ച് പറഞ്ഞല്ലേ. ഞാൻ ഈ സബയിനെ കുറിച്ചൊക്കെ നമ്മളൊരു ക്ലാസ് മുമ്പ് പറഞ്ഞു പോയതാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. മഅറബ് ഇത് സനഅയിൻ്റെയും ഹദർമൗത്തിൻ്റെയും ഇടയിലാണ്. ഇന്നത്തെ സനഅ ഉണ്ടല്ലോ, സനഅയുടെയും ഹദർമൗത്തിൻ്റെയും ഇടയിൽ. സനഅയിൽ നിന്ന് ഇവിടേക്ക് 3 മർഹലകൾ, ഒരു 3 ദിവസത്തെ വഴിദൂരം എന്ന രീതിയിൽ ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട് മഅറബ്. ഇന്നും നമ്മൾ പിന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മഅറബിൻ്റെ ചരിത്രം കിട്ടും. അതേപോലെ തന്നെ അതിൻ്റെ അണക്കെട്ടിൻ്റെ ആ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ നാടിനെ കുറിച്ചാണ് പറയുന്നത്. ബൽദത്തുൻ തയ്യിബത്തുൻ. എന്താ ബൽദത്തുൻ? നാട്. തയ്യിബത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിഫത്താണ്, സിഫത്താണ്. അതിൻ്റെ ഖബർ ലക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കിതാ തയ്യിബത്തായ ഒരു ബൽദത്ത്. തയ്യിബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തയ്യിബത്ത് എന്നുള്ളതിൻ്റെ വിപരീത പദം എന്താ? തയ്യിബത്തിൻ്റെ വിപരീത പദം, തയ്യിബത്തിന് വിപരീത പദം വലാ തതബദ്ദലുൽ അൽ ഖബീസ്. ഖബീസ്, ഖബീസത്തുൻ എന്നുള്ളതാണ് അതിൻ്റെ പിന്നെ വിപരീത പദം, ഖബീസത്ത്. യുഹില്ലു ലഹും അത്തയ്യിബാത്ത്, അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യിബാത്തിനെ അനുവദിക്കുന്നു. വയുഹർറിമു അലൈഹിമുൽ ഖബായിസ്, ഖബീസത്തിൽ ബഹുവചനമാണ് ഖബായിസ്. ഖബായിസിനെ അവർക്ക് ഹറാമാക്കുന്നു. തയ്യിബാത്ത് ഹലാലാണ്, ഖബീസത്തൊക്കെ എന്താണ്? ഹറാമാണ്. ഹത്താ യമീസൽ ഖബീസ മിന തയ്യിബ്, തയ്യിബിൽ നിന്ന് ഖബീസിനെ വേർതിരിക്കുക എന്നറിയില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടക്കിടക്ക് പരീക്ഷണം കൊണ്ടുവരും. എന്തിന്? മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിന തയ്യിബ്. അല്ലാഹു ആളുകൾക്കിടയിൽ പരീക്ഷണം നടത്തും. എന്തിന്? തയ്യിബിൽ നിന്ന് ഖബീസിനെ വേർതിരിക്കാൻ. മനുഷ്യരിൽ തയ്യിബുണ്ട്,
മനുഷ്യരിൽ ഖബീസും ഉണ്ട്. അള്ളാഹിൻ്റെ സുന്നത്ത് എന്തിനാ? ഫിത്ന ഉണ്ടാക്കുന്നത് എന്തിനാ? ബലാഗ് കൊണ്ടുവരുന്നത് എന്തിനാണ്? വേർതിരിക്കാനാണ്. നല്ലതിൽ നിന്ന് ഖബീസിനെ വേർതിരിക്കാൻ എന്നുള്ള പറയാം. അപ്പോൾ തയ്യീബ്, ഖബീസ് രണ്ട് വിപരീതാർത്ഥത്തിലാണ്. അപ്പോൾ ഇന്ന് മനസ്സിലാക്കാം. ഇവിടെ ഈ ബൽദത്തുൻ തയ്യീബത്തുൻ, ത്വയ്യിബിൽ നിന്നാണ്. എന്ത്? ത്വയ്യിബിൽ നിന്നാണ് ത്വയ്യിബ്. ത്വയ്യിബ് എന്താ? ത്വയ്യിബ് സുഗന്ധാണ്. ഞാൻ പറഞ്ഞില്ലേ, യഖൂലൂന ഇൻദ ത്വയ്യിബി തദ്കുറു അഹ്മദ ഫഹൽ ഇൻദകും ഫീഹി മിൻ സുന്നത്തിൻ തുഅ്സറു ഫഖുൽതു ലഹും ലാ ഇന്നമ ത്വയ്യിബു അഹ്മദു അദ്കുറുഹു ലിഅന്ന ശൈഅ ബിശൈഇ യുദ്കറുഹു എന്നാണ്. എന്താ? എന്തിനെ കുറിച്ച് തന്നെ പറഞ്ഞത്? ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. യഖൂലൂന ഇൻദ ത്വയ്യിബി തദ്കുറു അഹ്മദ. അബ്ദുർ റസാഖ് സൻആനി സുഗന്ധം കിട്ടുമ്പോൾ സലാത്ത് ചെല്ലുമായിരുന്നു എന്നാണ്. സുഗന്ധം കിട്ടുമ്പോൾ അതാണ് യഖൂലൂന ഇൻദ ത്വയ്യിബി തദ്കുറു അഹ്മദ. നിങ്ങളെന്താണ് സുഗന്ധം കിട്ടുമ്പോൾ അഹ്മദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർത്ത് സലാത്ത് ചെല്ലുന്നത് എന്നാണ്. യഖൂലൂന ഇൻദ ത്വയ്യിബി തദ്കുറു അഹ്മദ ഫഹൽ ഇൻദകും മിൻ സുന്നത്തിൻ ഫീഹി തുഅ്സറു. അങ്ങനെ സുഗന്ധം കാണുമ്പോഴത്തേക്ക് റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്ത് അല്ലാൻ അതിൽ വല്ല സുന്നത്തും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഫഖുൽതു ലഹും, ഞാൻ പറഞ്ഞു അവരോട്, ലാ, അങ്ങനെ ഒരു സുന്നത്തൊന്നുമില്ല. പിന്നെയോ ഇന്നമ ത്വയ്യിബു അഹ്മദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ്? ത്വയ്യിബാണ്. ത്വയ്യിബ് എന്നുണ്ടെങ്കിൽ സുഗന്ധം എന്നർത്ഥത്തിലാകാം, അല്ലെങ്കിൽ വിശിഷ്ടം, വിശുദ്ധം എന്നർത്ഥത്തിലാകാം. ഇന്നമ ത്വയ്യിബു അഹ്മദു അദ്കുറുഹു. ത്വയ്യിബ് കാണുമ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കും. അശ്ശൈഉ ബിശ്ശൈഇ യുദ്കറു. ഒരു സംഗതി കാണുമ്പോഴാണ് മറ്റൊരു സംഗതി ഓർമ്മിക്കപ്പെടുക. അതുകൊണ്ടാണ് ഞാൻ റസൂലുള്ളാഹിനെ ഓർത്തിട്ട് സലാം പറയുന്നത് എന്നാണ് അദ്ദേഹം, സലാത്ത് ചെല്ലുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അലാ കുല്ലിൻ ത്വയ്യിബ് ബൽദത്തുൻ ത്വയ്യിബത്തുൻ. ഈ നാടിനെ കുറിച്ച് പറയണത് ത്വയ്യിബത്തായ നാടാണ്. ലക്കും, നിങ്ങൾക്ക്. ലക്കും എന്നുള്ളതോടെ പറഞ്ഞില്ല. സബ ഗോത്രത്തോട് നബിമാരിലൂടെ അള്ളാഹു പറഞ്ഞതാണ് ബൽദത്തുൻ ത്വയ്യിബത്തുൻ. അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു ബൽദത്തുൻ ത്വയ്യിബത്തുൻ എന്ന് പറയാൻ കാരണം അല്ലേ, ആ നാട്ടിൻ്റെ പ്രകൃതിയും അവിടുത്തെ ചുറ്റുപാടുകളും അതേപോലെ തന്നെ അവിടെയുള്ള വസ്തു വകകളൊക്കെയും വളരെ വിശിഷ്ടമായിരുന്നു. പ്രാണികൾ പോലും ജീവിക്കാത്ത ചില ചരിത്രകാരന്മാർ പറയുകയാണ്, ഏതെങ്കിലും ഒരു വിദേശി തൻ്റെ വസ്ത്രത്തിൽ ഒരു കുമ്മലുമായി വന്നിട്ടുണ്ട് എങ്കിൽ അവിടേക്ക് എത്തുമ്പോഴത്തേന് അത് കുമ്മൽ ചാകുമായിരുന്നു എന്നാണ്. ഒരിക്കലും ഒരു പ്രാണികൾക്കൊന്നും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത്ര അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ച നാടായിരുന്നു അള്ളാഹു. അതുകൊണ്ടാണ് ബൽദത്തുൻ ത്വയ്യിബത്തുൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ അവിടെ ഉണ്ടാക്കുന്ന ഫലങ്ങൾ, പഴങ്ങൾ, അതിൻ്റെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതങ്ങളാണ്. വ്യത്യസ്ത രുചികളിൽ ഒരേ വർഗത്തിൽപ്പെട്ട, അതേപോലെ തന്നെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ, വലിപ്പങ്ങളിൽ ഒക്കെയുള്ള പഴങ്ങൾ ഇതൊക്കെ ആയിട്ടായിരുന്നു ആ തോട്ടങ്ങൾ ഉണ്ടായിരുന്നത്, ആ തോട്ടങ്ങളുടെ നാടുണ്ടായിരുന്നത്. ബൽദത്തുൻ ത്വയ്യിബത്തുൻ. പിന്നെ വറബ്ബുൻ ഗഫൂറുൻ ലക്കും. അതാണ് വറബ്ബുൻ ഗഫൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റബ്ബുൻ ഗഫൂർ. എന്താ റബ്ബുൻ ഗഫൂർ? ഏറെ പൊറുക്കുന്ന റബ്ബും അള്ളാഹു സുബ്ഹാനഹു വതആല. ഇതൊക്കെ പടച്ച റബ്ബ് നൽകിയ ഈ സബകാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നല്ല ഒരു നാട് നിങ്ങൾക്ക് അവൻ നൽകി. പിന്നെ നിങ്ങൾക്കുള്ള റബ്ബാരാണ്? ഗഫൂറായ റബ്ബാണ്. വീഴ്ചകൾ പൊറുക്കുന്ന, പാപങ്ങൾ നികത്തുന്ന റബ്ബാണ്. അതുകൊണ്ട് നബിമാരിലൂടെ അള്ളാഹു അവർക്ക് നൽകിയ ബോധനാണ് കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു. നിങ്ങൾ അള്ളാഹിൻ്റെ റിസ്ക് തിന്നോളി, അള്ളാഹ്ക്ക് നിങ്ങൾ നന്ദി കാണിച്ചോളി, വാക്കാലും പ്രവൃത്തിയാലും അതേപോലെ മനസ്സാലും എന്ന് പറയണം. ഖലാസ്. എന്താ സംഭവിച്ചത്? ഫഅറദു ഫഅർസൽനാ അലൈഹിം സൈലൽ അരീം വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതൈ ഉക്ലിൻ ഖംതിൻ വഅസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. ഏറെ പേടിക്കേണ്ട ഒരു മസലയാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നാടിനെ അനുഗ്രഹിച്ച് ആദരിച്ച് ലോകത്തിൻ്റെ നെറുകയിൽ ആളുകൾക്ക് അസൂയപ്പെടാൻ മാത്രം അതിനെ ശോഭനീയമാക്കിയിട്ട് അവിടെ എന്ത് വരുന്നത്? നന്ദികേടിൻ്റെ പ്രകടനങ്ങൾ വരുന്നത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം അതൊരു അപായ സൂചനയാണ്, ഒരു അപകട മുന്നറിയിപ്പാണ്. എവിടേക്കാണ് അത് ആ നാട് കൂപ്പുകുത്തുക എന്നുള്ളത് ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്. ചില നാടുകൾ നോക്കി നിങ്ങൾ, എല്ലാ നാടുകൾക്കും ഭക്ഷണത്തളിക എന്ന പേരിൽ അറിയപ്പെട്ട നാടുകളുണ്ടായിരുന്നു. സല്ലത്തുൽ അറബ്, അറബികളുടെ സെല്ല എന്ന പേരിൽ ചില നാടുകൾക്ക് വിശേഷണം ഉണ്ടായിരുന്നു. എന്താ അറബികളുടെ സെല്ല എന്ന് പറഞ്ഞാൽ?
ഇപ്പം നമ്മൾ ഈ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കൊക്കെ സെല്ല കൊടുക്കും. സെല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണ കിറ്റാണ്. അതിൽ പല വിഭവങ്ങൾ ചേർത്തിട്ടുള്ള കിറ്റാണ്. അതിനാണ് സെല്ല എന്ന് പറയുക. ചില നാടുകൾ അങ്ങനെയായിരുന്നു എന്നാണ്, മറ്റു നാടുകൾക്ക് സെല്ലയായിരുന്നു എന്നാണ്. കാരണം അവരുടെ ഭക്ഷ്യവിഭവങ്ങളുടെ ആശ്രയവും സ്രോതസ്സുമായിരുന്നു ചില നാടുകൾ. പക്ഷേ ആ നാടുകൾ ഇന്ന് പ്രേതഭൂമി പോലെ. അള്ളാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് തരട്ടെ, അല്ലാഹുൽ മുസ്തആൻ. അതെന്താ കാരണം? അതിൻ്റെ കാരണം ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അസൂയാർഹമാം വിധം ഒരു നാടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുമ്പോൾ ആ നാട്ടുകാർ അത് തന്ന പടച്ചവനെ മറക്കുന്ന അവസ്ഥ വരും. വാക്കാലും പ്രവൃത്തിയാലും മനസ്സാലും നന്ദി കാണിക്കേണ്ട ആളുകൾ നന്ദി കേട് കാണിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ വരവതാണ്. ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലാ യഹ്തസിബൂൻ, അല്ലേ? അവർ വിചാരിക്കാത്ത നിലക്ക് അവരിലേക്ക് അള്ളാഹു വരുന്നതാണ്. അള്ളാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്. ഫഅറദു ഫഅർസൽനാ അലൈഹിം സൈലൽ അരീം. ഫഅറദു എന്നാണ്. ഫ എന്ന് പറഞ്ഞാൽ എന്താ? ഫൗൽ ഫസീഹാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സബഇന് ഇതൊക്കെ നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ അള്ളാഹു പരിമിതപ്പെടുത്തിയില്ല. പിന്നെയോ ധാരാളം നബിമാരെ അയച്ചിട്ട് അവരെ ഓർമ്മപ്പെടുത്തി. അള്ള തന്നതാണ്, ഉപയോഗിച്ചോളി. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹ്ക്ക് ശുക്റുള്ളവരാകണം. ഇതൊക്കെ ആയിട്ടും അറദു, എന്താ അറദു? അവർ മുഖം തിരിച്ചു, പുറം തിരിഞ്ഞു. അള്ളാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്. ഫഅറദു, അറദ എന്നാണ്, അതാണ്. അവർ പുറം തിരിഞ്ഞു, മുഖം തിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ്റെ റിസ്ക് അവർ ഉപയോഗിച്ചു, പക്ഷേ അള്ളാഹ്ക്ക് അവർ നന്ദി കാണിച്ചില്ല. നല്ല നാടിനെ അവർ ഉപയോഗപ്പെടുത്തി, പാവം പൊറുക്കുന്ന റബ്ബിനെ അവർ പരിഗണിച്ചില്ല. ഫഅറദു ഫഅർസൽനാ അലൈഹിം സൈലൽ അരീം. അത് കാരണത്താൽ, എന്നാണ് ഇവിടെ സബബിയൻ, അത് കാരണത്താൽ അർസൽന അലൈഹിം. അർസൽന എന്ന് പറഞ്ഞാൽ സാധാരണ അർസല ഇലയാണ്. അർസൽന ഇലൈഹിം, അവരിലേക്ക് അയച്ചു എന്നുള്ളതിന്. ഇത് അർസൽന അലൈഹിം എന്നാണ്, കണ്ടോ? അർസൽന അലൈഹിം, അവരുടെ മേൽ നാം അയച്ചു. അർസൽന ഇല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂൽമാരെയൊക്കെ അയക്കൽ എങ്ങനെയാണ്? അർസൽന ഇലൈഹിം, ഇന്ന അർസൽന ഇല, ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ, നിങ്ങളിലേക്ക് ഞാൻ റസൂലിനെ അയച്ചു. ആ ഇല പ്രയോഗിച്ചിട്ടുണ്ട്. ഈ അർസൽനതിന് ശേഷം ഇല പ്രയോഗിച്ച് നമുക്കറിയാം അത് കാരുണ്യത്തിൻ്റെ അയക്കലാണ്, അത് അനുഗ്രഹത്തിന് വേണ്ടിയുള്ള അയക്കലാണ്. പക്ഷേ ഇവിടെ അർസൽന അല, അല വരുമ്പോൾ ആ അയക്കൽ ഒരു കാരുണ്യത്തിൻ്റെ അയക്കലല്ല, അതൊരു ശിക്ഷയുടെ പിടുത്തത്തിൻ്റെ അയക്കലാണ്. അള്ളാഹു കാക്കട്ടെ. ഫഅർസൽന അലൈഹിം, അവരുടെ മേൽ നാം അയച്ചു. എന്തിനെ അയച്ചു? സൈലൽ അരിമി. സൈൽ എന്താ? സൈൽ ജലപ്രവാഹമാണ്. സൈൽ ജലപ്രവാഹം. സൈലൽ അരിം, വെള്ളപ്പൊക്കമല്ല. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നെ വെള്ളം ഉയർന്നിട്ടുള്ള നാശനഷ്ടങ്ങളല്ലേ? ഇതങ്ങനല്ല, ഇത് ജലപ്രവാഹമാണ്. ജലപ്രവാഹമാണ് വന്നിട്ടുണ്ടെങ്കിൽ നാടന്മാരറിയും കാട്ടി നക്കിയോണമെന്ന്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഒന്നും ഉണ്ടാവില്ല. കാട്ടി നക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് പോവില്ലേ ആ ഭാഗം തന്നെ. അതേപോലെയാണ്, ഒന്നായിട്ട് അങ്ങോട്ട് തേച്ച് മാച്ചണ്ട് കൊണ്ടുപോകും ജലപ്രവാഹം. സെയിൽ, അസൈലുൽ കബീർ ഇല്ലേ? ഇവിടെ അസൈലുൽ കബീർ, തായിഫിൽ അസൈലുൽ കബീർ, അതാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മഴ പെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഒന്നായിട്ട് സെയിൽ വരുന്ന സ്ഥലമാണത്, സെയിൽ കബീർ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഈ അറേബ്യൻ ഉപദ്വീപിൽ പ്രത്യേക കാഴ്ചയാണ്. ഇവിടെ മാത്രമൊന്നുമല്ല, നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ ഉണ്ട്. ചില ആളുകളൊക്കെ ജലപ്രവാഹത്തിൽ ഒലിച്ചു പോകണണ്ടില്ലേ? ആദ്യം 1-2 തുള്ളികൾ ഇങ്ങനെ വരുന്നേ കാണുള്ളൂ. ഞൊടിയുടെ നേരം കൊണ്ടാണ് ഒന്നായിട്ട് വരുന്നിട്ട് എന്ത് ചെയ്യുക? ഒരാൾക്ക് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത രീതിയിൽ പ്രവാഹം കൊണ്ടുപോവുകയാണ് ചെയ്യുക ജലപ്രവാഹങ്ങൾ. അത് കാരണത്താൽ പലപ്പോഴും ഈ മണ്ണൊലിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അറേബ്യൻ ഉപദ്വീപിൽ അങ്ങനെയാണ്. വിശുദ്ധ മദീനയിൽ സെയിലുകൾ കുറേ ഉണ്ടല്ലോ. മദീനയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കുറേ സെയിലുകൾ കാണാം. അത് കാരണത്താൽ ആ സെയിലുകൾ, ആ ജലപ്രവാഹം വന്നോടൊക്കെ അറിയപ്പെട്ട വാദികളാണ് മദീനയിൽ. ഇപ്പോൾ അസൈലു മുദൈനീബ്, അസൈലു മഹസൂർ, സെയിൽ അൽ ഖന, അസൈൽ അറാനൂന, അതേപോലെ അസൈൽ അഖീഖ്, അതേപോലെ തന്നെ വേറെയുണ്ട് ബുത്തഹാൻ. മദീനയിൽ, വിശുദ്ധ മദീനയിൽ തെക്ക് നിന്ന് വടക്കോട്ട് അങ്ങോട്ട് ഇങ്ങനെ താഴ്ന്നിട്ടാണ്. തെക്ക് ഭാഗമാണ് മദീനയിൽ ഉയർന്നിട്ട്.
വടക്ക് ഭാഗം മദീനയിൽ നിന്നാണ്, താഴ്ന്നിട്ടാണ്. അപ്പം തെക്കിൽ നിന്നാണ് വരിക. അപ്പം മഹ്സൂർ അറിയപ്പെട്ട ജലപ്രവാഹമാണ് മഹ്സൂർ. അതിൻ്റെ മഹ്സൂർ. പിന്നെ മുദൈനീബ് മറ്റൊന്ന്. ഈ മുദൈനീബിൻ്റെയും മഹ്സൂറിൻ്റെയും ഇടയിലാണ് ബനു ഖുറൈള ജൂതഗോത്രം താമസിച്ചിരുന്നത്. പിന്നെ മഹ്സൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാദി റാനൂന എന്ന് പറഞ്ഞൊരു പ്രവാഹം. ഈ റാനൂനായിൻ്റെയും അതേപോലെ തന്നെ മുദൈനീബിൻ്റെ ഇടയിലായിരുന്നു ബനു നദീർ ജൂതഗോത്രം പറഞ്ഞിരുന്നത്. ഹദീസുകളിൽ കാണാം ഈ രണ്ട് ഇതിലൂടെയും വെള്ളം വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഹദീസുകളിൽ കാണാം. പിന്നെ മദീനയിൽ ഈ മഹ്സൂറും മുദൈനീബും റാനൂനയും ഒക്കെ വന്നു ചേരുന്നതാണ് പിന്നെ ബുത്ഹാൻ, അറിയപ്പെട്ട ബുത്ഹാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ ഇതിനെക്കുറിച്ച് ബുത്ഹാനെ കുറിച്ചൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഉഹുദ് മലയുടെ ചെരുവിലൂടെ ഒരു ഖനാത്ത്, വലിയൊരു പ്രവാഹമാണ് ഖനാത്ത്. അതിനെ നൈൽ നദിയോടൊക്കെ ഉപമിക്കാറുണ്ട്. കാരണം എന്താ, അത് അത്രമേൽ ഭംഗിയിലും അതേപോലെ ജലം നിറഞ്ഞ് ഒഴുകുന്ന ഒരു വാദിയാണ് പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത്. അതുകൊണ്ട് നൈൽ എന്നാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്, നൈൽ നദി എന്ന അർത്ഥത്തിൽ. പിന്നെ ഇതൊക്കെ ചേർന്നിട്ട് പിന്നെ ഈ നമ്മൾ മസ്ജിദ് ദുൽഹുലൈഫയുടെ ഭാഗത്തേക്ക് ഒന്നായിട്ട് ഒഴുകുന്ന വലിയൊരു വാദിയാണ് അഖീഖ്, വാദി അൽ അഖീഖ്, മദീനയിൽ അറിയപ്പെട്ട വാദി. പിന്നെ വലിയ ചരിത്രങ്ങളൊക്കെ ഉള്ള വാദി. അലാകുല്ലി ഈ ജലപ്രവാഹത്തിനാണ് എന്തെന്ന് പറയുക, സുയൂൽ, സെയിൽ എന്ന് പറയാം. അത് വാദികളിലൂടെയാണ് ഒഴുകുക, വാദികളിലൂടെയാണ് ഒഴുകുക. ഇവിടെ സെയിൽ അൽ അരീം അള്ളാഹു അവർക്ക് അയച്ചു എന്നാണ്. സെയിൽ അൽ അരീം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ അരീം എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അരീമിന് സദ് എന്ന് പറയും, അണക്കെട്ട് എന്ന് പറയും. അതേപോലെ തന്നെ അൽ അരീം എന്നതിന് അശ്ശദീദ് എന്ന് പറയും, ശക്തമായ എന്ന് പറയും അൽ അരീം. അപ്പോൾ ആ രണ്ടർത്ഥപ്രകാരം ഫഅർസൽന അലൈഹിം, ഈ സബ നാട്ടുകാർക്ക് മേൽ നാം അയച്ചു, സെയിലൽ അരീമി, അണക്കെട്ടിലെ പ്രവാഹത്തെ, ജലപ്രവാഹത്തെ, അണക്കെട്ടിൻ്റെ ജലപ്രവാഹത്തെ അയച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അണക്കെട്ടിനെ തകർത്ത് ജലത്തെ അവരുടെ മേൽ പ്രവഹിപ്പിച്ചു, ഒഴുക്കി. അള്ളാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്. അല്ലെങ്കിൽ ഫഅർസൽന അലൈഹിം സെയിലൽ അരീം, അൽ അരീം എന്നതിന് ഷദീദ്, ശക്തമായ എന്നർത്ഥാണ് പറയുന്നത് എങ്കിൽ സെയിലൽ അരീം എന്ന് പറഞ്ഞാൽ അസൈലൽ അരീം, ശക്തമായ ജലപ്രവാഹത്തെ അള്ളാഹു അയച്ചു. രണ്ടായാലും സദ് മഅറബ് തകർന്നു. അത് തകർന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു പ്രയോഗമായിരുന്നു, ശിക്ഷാപ്രയോഗം. അള്ളാഹു ആ സെയിലിനെ തുറന്നു, ജലപ്രവാഹം ഈ രണ്ട് തോട്ടങ്ങളെയും അതിലുള്ള ആളുകളെയും കൊണ്ട് എന്ത് ചെയ്തു, ഒഴുകി എന്നുള്ളതാണ്. ജലപ്രവാഹം പിന്നെ അവരെ നശിപ്പിച്ചു. പക്ഷേ പിന്നെ ഇതിൽ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഇവർ ഇത് തകരുന്ന് കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചിലർ അവിടുന്ന് രക്ഷപ്പെടുന്നവരുണ്ട്, സഭയിൽ നിന്ന് രക്ഷപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഈ ബൽദത്തുൻ തയ്യിബത്ത് അത് നഷ്ടമായി. അതേസമയം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ അവിടുന്ന് രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ ഈ കഹ്താനികളൊക്കെയും ഇവരാണ് കഹ്താനികൾ. പക്ഷേ ഈ കഹ്താൻ്റെ വിഭാഗങ്ങളാണ് പിന്നെ നമ്മൾ വായിക്കണ ആര്, ഖുസാ ഗോത്രം. എവിടെയാണ്? മക്കൻ്റെയും മദീനൻ്റെയും ഇടയിൽ. ഔസ് ഖസ്റജ് ഗോത്രം അവരെവിടെ? വിശുദ്ധ മദീനയിൽ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കിന്ദ, അതേപോലെ തന്നെ ഗസ്സാൻ, അതേപോലെ ലഹം, ഖുദാ, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അവരൊക്കെയും കഹ്താനികളാണ്, യമനിക്കാരാണ്. പക്ഷെ അവരെന്ത് ചെയ്തു, യമനിൽ നിന്ന് നാട് വിട്ടു. കുറേ ആളുകൾ ഇപ്പോൾ അസ്ദു, ഒമാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോയി. പിന്നെ യമനിൽ തന്നെയും പല നാടുകളിലേക്കും കിന്തകൾ തന്നെ കുറേ കാണാം, യമനിൽ കാണാം, മറ്റ് പല സ്ഥലങ്ങളിലും കാണാം. അവരൊക്കെ ഈ നാട്ടുകാരാണ്, ഇവരാണ്, ഈ സഭ ആണ്. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തു, വിവിധ നാടുകളിലേക്ക് ആശ്രിതരാവുകയാണ് ചെയ്തത്, അഭയാർത്ഥികളാവുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ ഇത് അവർക്ക് എന്നേക്കുമായിട്ട് നഷ്ടമായി. അതാണ് ഫഅർസൽന അലൈഹിം സെയിലൽ അരീം, അതിശക്തമായ സെയിൽ, ജലപ്രവാഹം അള്ളാഹു അവർക്ക് നേരെ അയച്ചു. അല്ലെങ്കിൽ അണക്കെട്ടിൻ്റെ സെയിൽ, അതിനെ അള്ളാഹു അവർക്ക് മേൽ വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈൻ, എന്താ വബദ്ദൽന, നാം പകരം നൽകി, ഹും അവർക്ക്, ബദ്ദൽന നാം പകരം നൽകി, വന്നു. അപ്പോൾ വബദ്ദൽന ഹും അവർക്ക് നാം പകരം നൽകുകയും ചെയ്തു. ഹും എന്നുണ്ടെങ്കിൽ സബ്, അവർക്ക് നാം പകരം നൽകുകയും ചെയ്തു. ബിജന്നതൈഹിം അവരുടെ രണ്ട് ജന്നത്തിന് പകരമായി. ബി എന്നുള്ളത് ബാഉൽ ഇവാദ് എന്നാ പറയാം, ബാഉൽ ഇവാദ്.
അവരുടെ 2 തോട്ടങ്ങൾ അതിന് പകരമായി അവർക്ക് നാം നൽകി. അവരുടെ 2 തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട തോട്ടങ്ങൾ. എന്താണ് പകരം നൽകിയത്? ജന്നത്തൈൻ, 2 തോട്ടങ്ങൾ. 2 തോട്ടങ്ങൾ നൽകി. ആ തോട്ടങ്ങളുടെ പ്രത്യേകത ദവാതൈ ഉകുലിൻ ഖംതിൻ വ അസ്ലിൻ വ ശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. ദവാതൈ എന്ന് പറഞ്ഞാൽ എന്താ? ദവാതൈ എന്ന് പറഞ്ഞാൽ ഇത് ദൂ എന്ന് പറയില്ലേ? ദൂ എന്ന് പറഞ്ഞാൽ എന്താ? സാഹിബ്, ഉള്ള എന്നർത്ഥം. ദൂ മാൽ എന്ന് പറഞ്ഞാൽ സാഹിബുൽ മാൽ, സമ്പത്തുള്ളവൻ എന്നാണ്. ദൂ എന്നത് അത് സ്ത്രീലിംഗാണെങ്കിൽ ദാത്ത് എന്നാണ് പറയുക. ദാത്തുമാൽ എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ളവൾ എന്നാണ്. ദാത്തുമാലിൻ വ ജമാൽ, സമ്പത്തുള്ള പെണ്ണ്, സമ്പത്തുള്ളവൾ എന്നാണ്, സമ്പത്തിൻ്റെ ഉടമസ്ഥ എന്നർത്ഥത്തിൽ. അതിൻ്റെ സ്ത്രീലിംഗാണെന്ത്? ദവാതൈ ഉക്കുലിൻ എന്നുള്ളത്. ഇതിൻ്റെ അസൽ പ്രയോഗങ്ങളൊക്കെ വലിയ ചർച്ചയാണ്. ദാത്ത് എന്നുള്ളത് അസല് ദവാത്താണ്. ദാത്ത് എന്നുള്ളത് ദവാത്ത് എന്നാണ്. പക്ഷെ അത് വാവ് കളഞ്ഞു പോയതാണ്. അതുകൊണ്ടാണ് ദാത്തിൻ്റെ സ്ത്രീലിംഗമായിട്ട് ദവാതൈ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ദാത്തൈ എന്നല്ല പറയാം. ദാത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരാൾക്കാണ് പറയുക. ഒരു പെണ്ണിൻ്റെ വിഷയത്തിലാണ് പറയാം. സാഹിബത്തെ എന്നർത്ഥം പറയാം. അപ്പോൾ അതിനുള്ള ദിവചനം വരല എങ്ങനെ? ദാത്തൈ എന്നാണ്, ദാത്തൈ എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ ദവാത്തൈ എന്നാണ്. അതെന്തുകൊണ്ട്? ദാത്ത് എന്നുള്ളത് അസിൽ എന്താണ്? ദവാത്താണ്. ദൂ, ദവാത്ത്, ഇങ്ങനെയാണ്. അസിലേക്ക് മടക്കിയിട്ടാണ് ഇതിൻ്റെ ദവാത്തൈ എന്ന് പറഞ്ഞത്. സാഹിബത്തൈ എന്ന അർത്ഥത്തിൽ. മനസ്സിലാണ്ട് ഈ പറയണത്? നഹ്വ് പറയൽ കുറച്ച് വിഷയമാണ്. പക്ഷേ ഇത് നമ്മൾ ക്ലാസ്സിനിടയിലൊന്ന് മെൻഷൻ ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. കാരണം ഇത് ചിലർ പിന്നെ വിളിച്ച് ചോദിക്കും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന്. ദാത്ത് എന്നുള്ളത് അസൽ എന്താണ്? ദവാത്ത് എന്നാണ്. ദാത്തുമാൽ എന്ന് പറഞ്ഞാൽ ദവാത്തുമാൽ, സ്വത്തുള്ളവൾ, ദവാത്ത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ദിവചനം പറയുമ്പോൾ ദവാത്തൈ എന്ന് പറഞ്ഞത്. ദവാത്തൈനി, ദവാത്തൈ. അപ്പോൾ ഈ 2 തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ദവാത്തൈ ഉക്കുലിൻ, സാഹിബത്തൈ ഉക്കുലിൻ. ഉക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ? മകൂൽ, ഭക്ഷണം ഉള്ളവ. 2 ഭക്ഷണം ഉള്ളവയാണ്. എങ്ങനെയുള്ള ഭക്ഷണമുള്ളവയാണ്? ഹംതിൻ, ഹംത്. ഇപ്പം ചില പാലുകൾ ഉണ്ടല്ലോ, പാല് കേടുന്നുണ്ടെങ്കിൽ പറയും ലബനുൻ ഹാമിത്ത്. ലബനുൻ ഹാമിത്ത് ആണ് എന്താ? മണപ്പകർച്ച വന്ന പാല് എന്നാണ്. കയ്പുള്ളത്, രുചിഭേദം വന്നത് എന്നാണ്. അപ്പം ദവാതൈ ഉക്കുലിൻ ഹംതിൻ, രുചിഭേദമുള്ള ഭക്ഷണങ്ങളുള്ള 2 തോട്ടങ്ങൾ. ഹംത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അൽമുറു ഷദീദ് എന്ന് പറയും. ഭയങ്കര തിക്തമായ കയ്പ്, ജുഗ്സാവഹമായ കയ്പ്, അതിനാണ് ഹംത്ത് എന്ന് പറയും. അതും പറയും. മണപ്പകർച്ച അല്ലെങ്കിൽ രുചിപ്പകർച്ച വന്ന ഭക്ഷണ വസ്തുക്കൾക്ക് ഹംത്ത് എന്ന് പറയും. അപ്പോൾ ഇതുവരെ തോട്ടത്തിൽ എന്ത് കിട്ടിയാലും തിന്നാൻ പാകത്തിന്, അടിച്ചു കയറ്റാൻ പാകത്തിനുള്ള നല്ല വിഭവങ്ങളായിരുന്നു. പക്ഷേ ഈ സെയിലുൽ അരിമ് വന്നിട്ട് അതിനെ നശിപ്പിച്ചതോട് കൂടിയിട്ട് അള്ളാഹു പിന്നെ ആ 2 തോട്ടങ്ങൾ പകരം 2 തോട്ടങ്ങൾ നൽകി. പക്ഷേ ആ 2 തോട്ടങ്ങൾ ദവാതൈ ഉക്കുലിൻ ഹംതിൻ, കയ്പുള്ള ഭക്ഷണ പദാർത്ഥം, തിന്നാനുള്ള സാധനങ്ങളുള്ള 2 തോട്ടങ്ങളായിരുന്നു. അതാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വബദ്ദൽനാഹും, സബഅ് നാട്ടുകാർക്ക് നാം പകരം നൽകി, ബിജന്നതൈഹിം, അവരുടെ 2 തോട്ടങ്ങൾക്ക് പകരം, ജന്നതൈനി, 2 തോട്ടങ്ങൾ. ആ 2 തോട്ടങ്ങൾ ദവാതൈ ഉകുലിൻ ഹംതിൻ, ഹംതായ ഉക്കിൽ, ഭക്ഷണമുള്ളവയാണ്, ഉള്ളവയാണ്. ഹംതായ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞ് കയ്പുള്ള. ഹംത്ത് എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഈ അറാക്കിൻ്റെ മരം ഉണ്ടല്ലോ, അറാക്ക് ആണല്ലോ, പല്ലേക്കാണ്. ആ മരത്തിന് ഹംത്ത് എന്ന് പറയും. അപ്പോൾ ഹംത്തിൻ്റെ ഉക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താ? അപ്പോൾ ഇവിടെ തൻവീന് വായിക്കാൻ പാടില്ല. ഉക്കുലി ഹംതീൻ, അങ്ങനെയും ഖിറാത്തുണ്ട് തൻവീൻ ഇല്ലാതെ. അറാക്കിൻ്റെ മരത്തിൻ്റെ മരം അത് ഭക്ഷണമായിട്ട് കൊടുക്കുക. പക്ഷെ ഇവിടെ കൈപ്പുറ്റ മുറായ ഭക്ഷണം ഉള്ള 2 തോട്ടങ്ങൾ. വ അസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. വ അസ്ലിൻ, അസ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? അസ്ൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം ഈ മരിപ്പറമ്പിൽ തെളിയുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന വൃക്ഷമാണത് അസ്ൽ. ഭാനുകം
കാഞ്ചിമരം, ഭാനുകം എന്നൊക്കെ നിഘണ്ടുക്കളിൽ കാണാം അതിൻ്റെ പേരായിട്ട്. മരുഭൂമിയിലത് ധാരാളമായിട്ടുണ്ടാവും. മരുഭൂമിയിലാണ് അത് ശരിക്ക് ഇത് വളരുക, മരുഭൂമിൻ്റെ കാലാവസ്ഥയിൽ ഈ അസൽ പലപ്പോഴും. അതുകൊണ്ടാണ് കവിതയിൽ കഅന്നക അസ്ലത്തുൻ ഫി അർളി ഹഷിൻ അതാഹ വാബിലും മിൻ ബഅദി റശി എന്ന് പറയല്ലേ. കഅന്നക അസ്ലത്തുൻ ഫി അർളി ഹഷിൻ, വെള്ളമില്ലാത്തടത്തെ മരുഭൂമിയിൽ വളരുന്ന അസ്ല പോലെയാണ് നീ. അതാഹ വാബിലുൻ, ആ അസ്ല വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് വന്നു വാബിൽ പേമാരി, മിൻ ബഅദി റശി, ആ പേമാരി ആദ്യം റഷായിരുന്നു, നേരത്തെ മഴയായിരുന്നു, മഴത്തുള്ളികളായിരുന്നു. പക്ഷെ അത് പേമാരിയായി വർദ്ധിച്ചപ്പോൾ പേമാരി ഈ അസലയുടെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ വെള്ളം കുടിക്കുക? മഴ ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു അസല മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വെള്ളം കുടിക്കും? അതേപോലെയാണ് നീ തിന്നണത് എന്ന് പറയണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ. ഈ അബ്ദുൽ കരീമുൽ അസ്മാഇ ഒരു സദ്യക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അസ്മാഇ ഇരുന്ന് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴാണ് ആരും ക്ഷണിക്കാതെ ഒരു അറാബി ഓടി വരുന്നത്. അറാബി ഓടി വന്നിട്ട് വിളിച്ചിട്ടൊന്നുമില്ല, വന്നിരുന്ന് തിന്നുകയാണ്. തിന്നണത് എങ്ങനെയാണ്? ഭയങ്കര തീറ്റയാണ്. അറബികൾക്ക് അങ്ങനെയാണ് ചിലപ്പോൾ. ആ തിന്നു. അപ്പോൾ മെല്ലെ തിന്ന് പറഞ്ഞാൽ പണ്ടൊരുത്തനോട് പറഞ്ഞു മെല്ലെ തിന്നു. ആ ഓരോ ഉരുളക്കും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണോ ചോദിച്ചത്. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, അതേപോലെ ഞാൻ ഓരോ ഉരുളക്കും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണോ ചോദിച്ചില്ലേ. അതേ മട്ടിലാണ് ഇയാൾ ഇരുന്ന് തിന്നണത്. ഇങ്ങനെ കോരിപ്പാരിയാണെന്ന് പറഞ്ഞു. അതിഥിയാണല്ലോ അസ്മായി, അപ്പോൾ അതിഥിക്ക് വേണ്ട വിഭവമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അസ്മായി കവിയാണ്. അസ്മായി അയാളോട് പറഞ്ഞേ ഇത് കഅന്നക അസ്ലത്തുൻ ഫി അർളി ഹഷിൻ അതാഹ വാബിലും മിൻ ബഅദി റശി എന്നാണ്. ആദ്യം ഇങ്ങനെ ചാരൽമയായിരുന്നു, പിന്നീട് പേമാരിയായി. ആ പേമാരി ഒഴുകി ഈ വൃക്ഷത്തിനടുത്തെത്തിയപ്പോൾ ആ വൃക്ഷം എങ്ങനെ വെള്ളം കുടിക്കുമോ അതേപോലെയാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, തിന്നണതെന്നാണ്. അസല പോലെ. പക്ഷെ അറാബി ഭയങ്കര ഉഗ്രനായിരുന്നു. അറാബി അതിനോട് പ്രതികരിച്ചത് കഅന്നക ബഅറത്തുൻ ഫി ഇസ്തികബ്ശിൻ മുദല്ലാത്തിൻ വദാകൽ കബ്ശു യംശി എന്നാണ്. കഅന്നക ബഅറത്തുൻ ഫി ഇസ്തികബ്ശിൻ, ഒരാടിൻ്റെ മൂട്ടിൽ തൂങ്ങിയ പറ്റിയ ആട്ടിൻ കാട്ടത്തെ പോലെയാണ് താങ്കൾ, ഉണക്ക കാഷ്ടം പോലെയാണ് താങ്കൾ. മുതല്ലാത്തിന് വതാക്കൽ കബ്ശു യംശി, ആ ആട് നടക്കുകയാണെങ്കിൽ ആ തൂങ്ങിക്കിടക്കുന്നത് എങ്ങനെയാണോ അതേപോലത്തെ പെരുമാറ്റാണ് എന്നത് പറയാണ് അറാബി. അപ്പോൾ നോക്കിയേ, അസ്മായി കവിയാണ്, ഇയാൾ നാടൻ അറാബിയാണ്. പക്ഷേ അസ്മായി പറഞ്ഞ അതേ വസിനിൽ അതേ ശൈലിയിൽ ഷീന് കൊണ്ടാണ് കവിതൻ്റെ 2 ഭാഗം അവസാനിക്കുന്നത്. ആദ്യ ഭാഗം അവസാനം കഅന്നക അസ്ലത്തുൻ ഫി അർളി ഹഷിൻ ഷീൻ അതാഹ വാബിലും മിൻ ബഅദി റശി ഉണ്ടോ, ഷീൻ കൊണ്ട് 2ഉം. അറാബി മറുപടി കൊടുത്തത് അങ്ങനെ തന്നെയാണ് ഷീൻ കൊണ്ട്. കഅന്നക ബഅറത്തുൻ ഫി ഇസ്തികബ്ശിൻ മുദല്ലാത്തിൻ വദാകൽ കബ്ശു യംശി ഉണ്ടോ. അപ്പോൾ അസ്മായിക്ക് ഭയങ്കര അത്ഭുതമായി, ഇയാൾ ചില്ലറക്കാരനല്ല. അപ്പോൾ അസ്മായി ചോദിച്ചതാണ് താരിഫ് ഉഷയോ, നിങ്ങൾക്ക് കവിത അറിയുമെന്ന് ചോദിച്ച്. അപ്പോൾ അറാബി പറയുന്നത് കൈഫ ലാ അരിഫു വഅന അബൂഹു വ ഉമ്മു, കവിത അറിയില്ല എന്നാണ്. കവിതൻ്റെ വാപ്പി ഇമ്മി ഞാനാണെന്ന് പറയുന്നത്. അപ്പം അസ്മായി ഭയങ്കര കൗതുകമായി അസ്മായിക്ക്. ആദ്യം ദേഷ്യമാണെങ്കിലും പിന്നെ കൗതുകമായി. അപ്പോൾ അസ്മായി അറിയണേ ഞാൻ താങ്കളൊന്ന് പരീക്ഷിക്കട്ടെ ചോദിക്കുകയാണ്. പരീക്ഷിച്ചോളി എന്ന് പറയുന്നത്. അപ്പോൾ അസ്മായി അറിയണേ ഞാൻ അറബി ഭാഷയിലെ ഏറ്റവും ഏറ്റവും പ്രയാസകരമായ ഒരു കാഫിയയെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ആ കാഫിയ ഈ സുക്കൂനിൽ അവസാനിക്കുന്നത്, സുക്കൂനിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹത്തായിട്ടുള്ള, ഇപ്പം നമ്മൾ ഈ ലൗ എന്നൊക്കെ പറയില്ലേ, ലൗ അല്ലെങ്കിൽ ഔ ഉണ്ടല്ലോ, ഇതുണ്ടോ സുക്കൂനിൽ അവസാനിക്കുന്ന അതിന് തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് ഫതഹ്, ഇങ്ങനെ വരുന്ന ഒരു കാഫിയെ ഞാൻ ആലോചിച്ചു. എന്നിട്ട് പിന്നെ ഇതിൽ അവസാനിക്കുന്ന കവിത ചെല്ലാൻ പറഞ്ഞു എന്നാണ് അസ്മായി അയാളോട് ചെല്ലാൻ പറഞ്ഞു. ഇങ്ങനെ അവസാനിക്കുന്ന കവിത എല്ലാം പറഞ്ഞു. അപ്പോൾ അയാൾ ഉടനടി നിമിഷകവിയാണ്. ഖൗമും ബിനജിദിൻ ആഹത്തുഹും സഖാഹുമുല്ലാഹു മിൻ നൗ വേണ്ട നൗ ഇതേപോലെയാണ് അയാൾ ഈ അറബി ചൊല്ലിയാണ്. ഖൗമും ബിനജിദിൻ ആഹത്തുഹും സഖാഹുമുല്ലാഹു മിൻ നൗ. അപ്പോൾ അസ്മൈ വലിയ സാമ്രാട്ടാണ്, കവി സാമ്രാട്ടാണ്. പക്ഷേ അസ്മൈക്ക് ഇത് അസ്മൈ ചോദിക്കാണ് നൗ എന്താണ് ചോദിക്കാണ്.
മാ അന്നൗ. അപ്പോൾ അയാൾ അത് പറഞ്ഞു കൊടുക്കാണ്. നൗ തല ഫീ ദുജാ ലൈലത്തിൻ ഹാലിക്കത്തിൻ മുദ്ലിമത്തിൻ ലൗ. അത് നൗ അല്ലേ, ലൗ എന്ന്. അപ്പോൾ അതും ഇതേപോലെ മറ്റൊരു കാഫിയിൽ അവസാനിക്കുന്ന കവിതയാണ് ഉപരി ചൊല്ലിയത്. നൗ തല ഫീ ദുജാ ലൈലത്തിൻ ഹാലിക്കത്തിൻ മുദ്ലിമത്തിൻ ലൗ. അപ്പോൾ വീണ്ടും അറാബി എന്നോട് അസ്മായി ലൗ മാത, ലൗ മാത. അപ്പോൾ അറാബി വീണ്ടും ലവിൻ സന ലൗ സാറ ഫീഹാ ഫാരിസുൻ ലൻസന അലാ ബിസാത്തിൽ അർളി മുൻതൗ. ഉണ്ടോ മുൻതൗ, അതും അതേപോലെ തന്നെ മുൻതൗ. അപ്പോൾ അസ്മായി വീണ്ടും മുൻതൗ മാത. അപ്പോൾ മുൻതൗ അപ്പോൾ മുമ്പ് പറഞ്ഞു കൊടുക്കുകയാണ് മുൻതൗൽ ഹഷ അദീമുൽ കഷ് കൽബാസി അലാ ബിസാത്തിൽ അർളി മുൻതൗൽ ഹഷ അദീമുൽ കഷ്. എന്താണ് എനിക്ക് ബാക്കി എനിക്ക് എൻ്റെ ഓർമ്മയിൽ തന്നെ. എന്തായാലും അതും ഇതേപോലെ തന്നെ ഈ ഇതിലാണ് അവസാനിക്കുന്നത്. സുക്കൂന അവസാനം തൊട്ടുമ്പത്തേന് 10 ആ രീതിയിൽ അവസാനിക്കുന്നത്. ഇതിങ്ങനെ തുടരുകയാണ്. കുറേ വരികളുണ്ട്. അത് അവസാനം ഇയാൾക്ക് ദേഷ്യം പിടിക്കൽ തുടങ്ങി. ഈ ആർക്ക് അറാബിക്ക് ഇതിങ്ങനെ ചെല്ലിക്കല്ലേ. അപ്പോൾ അയാൾ ഇങ്ങനെ അവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ട്, ഒരാളെ പിടിച്ച് തല്ലാൻ പറ്റിയൊരു കല്ല് കിടക്കുന്നുണ്ട്. ആ കല്ലുമ്മക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇതാ അൻത ലാ തഫ്ഹമു മാ അഖൂലുഹു ഫഅദ്രിബന്നക ബിസുവാനത്തിൻ ഇതാ അൻത മാ തഫ്ഹമുഹു ഫഅദ്രിബന്നക ബിസുവാനത്തിൻ തഖൂലു മിൻ ദർബതിഹാ ഖൗ എന്ന് പറയുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞത് എനിക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിൽ ഈ സുവാന എടുത്തിട്ട് ഞാൻ എൻ്റെ തലക്കടിക്കുക. അപ്പോൾ ഖൗ എന്ന് പറയുന്നതാണ്. അതും ഇതേപോലെ ഖൗ അവസാനത്തെ വരിയതാണ്. ഇങ്ങനെ കുറേ ചെല്ലിച്ചിട്ടാട്ടോ, കുറേ ചെല്ലിച്ചിട്ട് എൻ്റെ അടുത്ത് വിട്ടുപോയി കവിതകൾ. അപ്പോൾ ഈ അസ്മയ്ക്ക് വീണ്ടും ഇയാൾ ഭയങ്കര കൗതുകം ജനിച്ചു. അസ്മ പറഞ്ഞ് എന്താ ഭക്ഷണം ഇന്ന് നമ്മളെ വീട്ടിലാണ്, നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം രാത്രി എന്ന് പറയുന്നു. അതിനൊക്കെ അതിഥിയായി വിളിച്ച്. എന്നിട്ട് അസ്മായി ഭാര്യനോട് പറഞ്ഞതാണ് നല്ലൊരു കോഴീനെ പാകം ചെയ്യാൻ, ഒരു ദുജാജയെ. അങ്ങനെ ദുജാജിനെ മുഴുവൻ പാകം ചെയ്ത്, അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. അറബിയും അസ്മയും ഇരുന്നു. ഭാര്യ ഉണ്ട്, അസ്മായിൻ്റെ ഭാര്യയും 2 പെൺമക്കളും 2 ആൺമക്കളാണ്. അപ്പോൾ അസ്മായി പറഞ്ഞു ഇയാളോട് ഇതാ വിരുന്ന് കോഴിനെ ഊരിയേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉരിയച്ച നിങ്ങൾക്ക് തൃപ്താണ് വെച്ചാൽ ആ തൃപ്താണ്. ആ പറഞ്ഞ് സുലിറസ് തലണ്ട് വെട്ടിയിട്ട് അസ്മയ്ക്ക് കൊടുത്ത്. ഇവരാണുള്ള ഗ്രഹനാഥൻ. തലക്ക്. പിന്നെ അജിസ് മൂട് വെട്ടിയിട്ട് അൽ അജിസ് ലിൽ അജൂസ്. വീട്ടിലെ കിളവി ആരാണ്? അസ്മായിൻ്റെ ഭാര്യയാണ്. ആ മൂട് കിളവിക്ക് കൊടുത്ത്. പിന്നെ 2 ചിറകുകൾ വെട്ടിയിട്ട് അൽ ജനാഹു ലിൽ ജനാഹൈൻ പെൺകുട്ടികൾക്ക് കൊടുത്ത്. അരിജിൽ കാല് 2ഉം വെട്ടിയിട്ട് 2 ആൺകുട്ടികൾക്കും കൊടുത്ത്. എന്നിട്ട് അന സായിർ വലിയ സൗർ, ഞാനാണ് സന്ദർശകൻ, എനിക്കാണ് സൗർ എന്ന് പറഞ്ഞിട്ട് ബാക്കി മൂടും തലയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഒന്നായിട്ട് മൂപ്പര് തിന്ന്. രാവിലെ അസ്മായി ഭാര്യനോട് പറഞ്ഞ് രാവിലെയും കൊടുക്കണമല്ലോ 5 കോഴികളെ റെഡിയാക്കാൻ പറഞ്ഞു. ഇതേപോലെ അങ്ങനെ 5 കോഴി റെഡിയാക്കിയിട്ടാണ് രാവിലത്തെ ഭക്ഷണം. അപ്പോൾ പിന്നെ അസ്മായി പറഞ്ഞ് 5 ദുജാജുണ്ട്, നമ്മളെല്ലാവരും കൊണ്ട് ഊരിയേക്കാൻ പറഞ്ഞു. അപ്പോൾ അറബി ചോദിച്ച് തുഹിബു വിത്രൻ അം ഷഫ്അൻ, ഒറ്റയായിട്ട് ഊരിയേക്കണോ അതല്ല ഇരട്ടായിട്ട് ഊരിയേക്കണോ? അപ്പോൾ അസ്മായി പറഞ്ഞു ഇന്നല്ലാഹ വിത്ര യുഹിബുൽ വിത്ര, അള്ളാഹു വിത്രാണ്, അള്ളാഹു വിത്രനെ ഇഷ്ടപ്പെടും, അതുകൊണ്ട് ഒറ്റയായിട്ട് ഊരിയേക്കാൻ പറഞ്ഞു. അപ്പോൾ അറബി വളരെ ഉഷാറായിട്ട് അൻത വസൗജതുക് വദുജാജ, നീയും നിൻ്റെ ഭാര്യ 1 കോഴി, വിത്രായി 3. ബിൻതാക്ക വദുജാജ, 2 പെൺമക്കളും 1 ദുജാജ്, 3 വിത്രാണ്. പിന്നെ വബിനാക്ക ദുജാജ അന വദുജാജത്താൻ, ഞാനും 2 ദുജാജ്. അപ്പം അസ്മ പറഞ്ഞില്ല എനിക്ക് തെറ്റിപ്പോയതാണ്, ഷെഫായിട്ട് ഒരിയക്കെന്ന് ഇരട്ടായിട്ട് ഒരിയക്കാൻ പറഞ്ഞ്. അപ്പം അബ്യൂസിൽ അറാബി പറഞ്ഞ് അൻത വബിനാക്ക്, നീയും നിൻ്റെ 2 ആൺമക്കളും ദുജാജ 1 കോഴി. വസൗജത്തുക വബിൻതാക്ക്, നിൻ്റെ ഭാര്യയും 2 പെൺമക്കളും 1 കോഴി. അന വസലാസ ദുജാജാത്ത്, ഇരട്ടായില്ലേ 4. ഇത് ഇനി ഒരിക്കലും മാറ്റണ പരിപാടിയില്ലാന്ന് 3 കോഴി തിന്ന് 30 കോഴി എന്നാണ്. അറാബികൾ ഭയങ്കര ഗുരുക്കന്മാരാണ്. ചില സമയങ്ങളിൽ നല്ല കഴിവുള്ളവരാണ് അറാബികളാണ്. പിന്നെ അറബി സാഹിത്യത്തിൽ പലപ്പോഴും അവലംബം. ഏതായാലും ഇവിടെ അസിൽ, അതാണ് നമ്മുടെ വിഷയം. അസിൽ എന്ന് പറഞ്ഞെങ്കിൽ മരുഭൂമിയിൽ കാണുന്ന ഒരു തരം വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത അത് തിന്നാൻ കൊള്ളണ വൃക്ഷമൊന്നുമല്ല. പിന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് വെള്ളം വലിച്ചു കയറ്റണ പ്രകൃതമാണ് അതിൻ്റെ. അതുകൊണ്ടാണ് അറാബി പറഞ്ഞത് കഅന്നക അസ്ലത്തുൻ ഫി അർളി ഹഷിൻ അതാഹാ വാബിലും മിൻ ബഅദി റശി എന്ന്. അസ്ല. ഏതായാലും അള്ളാഹു ഇവർക്ക് പകരം നൽകിയ 2 തോട്ടങ്ങൾ, അതിലുണ്ടായിരുന്നത് ഇതാണ്, ഉക്കുലുൻ ഹംദ്, പിന്നെ അസ്ലുൻ
ഒരു തരം കാറ്റാടി പോലത്തെ ഒരു തരം വൃക്ഷമാണത്. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിത്രം കാണാൻ പറ്റും. പിന്നെ വശൈ ഇമ്മിൻ സിദിരിൻ ഖലീൽ. സിദർ എന്താ? സിദർ നബക്കാണ്, എലന്ത വൃക്ഷം, നബക്ക് അല്ലേ. സിദറിൽ എന്തുണ്ട്? ആളുകൾക്ക് തിന്നാൻ ഫലമുണ്ട്. അതിൽ സിദർ തിന്നുമല്ലോ. ഇവിടെയൊക്കെ അതിൻ്റെ കായ്കൾ വിൽക്കൂല്ലേ. സിദർ ഉണ്ടായിരുന്നു ഈ 2 തോട്ടങ്ങളിൽ, പകരം നൽകിയ തോട്ടങ്ങളിൽ. പക്ഷേ അത് സിദിരിൻ ഖലീൽ കണ്ടോ. വശൈഇൻ മിൻ സിദിരിൻ ഖലീൽ, ഖലീലായ സിദർ, അതിൽ നിന്ന് കുറച്ചും നോക്കി അള്ളാഹു പ്രയോഗിച്ചത്. ഈ ഉക്കുലിൻ ഹംത്തിൻ തിന്നാൻ ഭക്ഷ്യയോഗ്യമല്ല, അസ്ലിൻ ഭക്ഷ്യയോഗ്യമല്ല. അത് യഥേഷ്ടമുണ്ട്. എവിടെ? ഈ 2 പകരം നൽകിയ 2 തോട്ടങ്ങളിൽ. ഇത് യഥേഷ്ടമുണ്ട്, പക്ഷെ അത് തിന്നാൻ പറ്റൂല, ഭക്ഷ്യയോഗ്യമല്ല. ഭക്ഷ്യയോഗ്യമുള്ളത് ഏതാ? ഈ സിദിറിൻ്റെ ഫലമാണ്. അത് അള്ളാഹു നൽകിയത് അതിലെങ്ങനെയാണ് നോക്കേ. വശൈഇൻ, വളരെ കുറച്ച്. അതാണ് ഷെയ്ന പ്രയോഗം. ഷെയ്ഇൻ തൻവീൻ, വളരെ തഖ്ലീലിന് വേണ്ടിയാണത്. തഖ്ലീലിന് വേണ്ടിയാണ് ഈ തൻവീൻ, വളരെ കുറച്ച് എന്നർത്ഥം കിട്ടാൻ. ഷെയ്ഇൻ മിൻ സിദർ, ഈ വളരെ കുറച്ച് എന്താണ്? അത് മിൻ സിദർ, മിൻ ബയാനിയാണ്, സിദറാണ്. അത് തന്നെയും ഖലീൽ ഉണ്ടോ. ഖലീൽ എന്നുള്ള ആ സീഹ തന്നെ എന്താണ്? ഫഈൽ, മുബാലഗയാണ്, ആഘാതാർത്ഥ പ്രയോഗമാണ്. അപ്പോൾ വളരെ തുച്ഛം സിദറിൽ നിന്നും അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. നോക്കി അള്ളാഹിൻ്റെ ശിക്ഷ വന്നപ്പോൾ എല്ലാം അനുഗ്രഹീതമായ 2 തോട്ടങ്ങളായിരുന്നു. ഫലഭൂയിഷ്ടമായിട്ടുള്ള തോട്ടം, പഴങ്ങളും ഫലങ്ങളും കായ്കനികളൊക്കെ ധന്യമായ തോട്ടം. പക്ഷെ അള്ളാഹുവിൻ്റെ അസാബ് വന്നതിൽ പിന്നെ പകരം നൽകിയത് തിന്നാൻ പറ്റാത്ത ഈ വൃക്ഷങ്ങളുള്ള തോട്ടമാണ് കൊടുത്തത്. അതിൽ തിന്നാൻ പറ്റുന്നത് ഏക വൃക്ഷം സിദറായിരുന്നു. അതിൻ്റെ കായ തിന്നാം. പക്ഷെ അതതിന് നൽകിയത് ഖലീൽ, വളരെ കുറച്ച്. ഈ സിദർ നബക്കിൻ്റെ വൃക്ഷം, ഇലന്ത അല്ലേ വൃക്ഷം, അതിൽ നിന്ന് വശൈഇൻ, വളരെ കുറച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നാണ് അവിടെ പറയുന്നത്. അത് അറിയിക്കുന്നത് എന്താണ്? ഇതൊക്കെ നമുക്കൊക്കെ വലിയ മുന്നറിയിപ്പാണ്. നമുക്ക് മാത്രമല്ല, ലോകർക്കൊക്കെ ഉള്ള മുന്നറിയിപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ സുന്നത്താണ്. അത് വ്യക്തിതലത്തിലുമുണ്ട്, കുടുംബതലത്തിലുമുണ്ട്, സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിലൊക്കെ ഉണ്ട് അള്ളാഹുവിൻ്റെ ഈ ഒരു സുന്നത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കനിയും. ആ അനുഗ്രഹത്തോട് നന്ദിയിൽ, ശുക്രിലല്ല പ്രതികരിക്കുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ അതെന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹത്തെ പോക്കുക, മായ്ക്കുക എന്നുള്ളത്. അത് മായ്ച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് എന്നുള്ളത് അള്ളാഹുൽ മുസ്തആൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു സബ ഗോത്രത്തിൻ്റെ ഉദാഹരണം. ഖലാസ്, ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ അതിൻ്റെ തുടർച്ച, ഇനി ഇതിൻ്റെ ബാക്കി വരാനുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ തുടർച്ചയിൽ ചില കാര്യങ്ങൾ പിന്നെ ഉണർത്താം ബിഇദ്നില്ല. അത് ഇപ്പോൾ ഒരു കാലത്ത് നാടായിരുന്നത് പിൽക്കാലത്ത് കാടായിരുന്നത് നാടായിട്ടുണ്ടല്ലേ. പിന്നെ ഈ കാലാവസ്ഥയും അതിലൊക്കെ വ്യതിയാനങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ എന്താവും? അതൊക്കെ മരിപ്പറമ്പും ഇതൊക്കെ ആയിട്ട് മണലൊക്കെ ആയി മാറും. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.